ഇന്നത്തെ റെസിപ്പി പഴം വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെയാണ്. പുറം ഭാഗം നല്ല ക്രഞ്ചി ആയിട്ട് ഉൾഭാഗം പ്രത്യേക ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി പലഹാരമാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു പിഞ്ച് അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. ഒരുപാട് ലൂസായിട്ട് പോകരുത്, കുറച്ചൊരു കട്ടിയായിട്ടുള്ള ബാറ്ററാക്കി തന്നെ എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്. ഞാനിപ്പോൾ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഒരു 3 നേന്ത്രപ്പഴം വെച്ചിട്ട് തന്നെ അത്യാവശ്യം കൂടുതൽ അളവിൽ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം പഴം തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ സ്റ്റിക്കായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കോൺഫ്ലെക്സ് ആണ് കേട്ടോ. കോൺഫ്ലെക്സ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി കോൺഫ്ലെക്സ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടി എടുത്താലും മതിയാവും, അതായാലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ കോൺഫ്ലെക്സ് തന്നെയാണ്. ഓട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, പക്ഷേ ഓട്സിനേക്കാളും നല്ലത് ബ്രെഡ് പൊടി തന്നെ ആയിരിക്കും. അപ്പോൾ കൈ വെച്ചിട്ട് കോൺഫ്ലെക്സ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പഴത്തിൻ്റെ പീസും ഇതുപോലെ മാവിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ഈ ഒരു കോൺഫ്ലെക്സിൻ്റെ ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കോട്ട് ചെയ്തെടുത്ത ഉടനെ തന്നെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കോട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഫ്രഷ് ആയിട്ട് കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്റർ മൈദ വെച്ചിട്ടുള്ള ബാറ്റർ അത്യാവശ്യം നല്ല കട്ടിയായിരിക്കണം, അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവുക. കോട്ട് ചെയ്തെടുക്കാനൊക്കെ ഒന്നും കൂടെ ഈസി ആയിട്ടുണ്ടാവുക, അങ്ങനെ കുറച്ചൊരു കട്ടിയായിട്ട് നിൽക്കുമ്പോഴാണ്. അതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കോൺഫ്ലെക്സിൽ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ആ ഫോർക്ക് വെച്ചിട്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ബാറ്ററിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഫോർക്കും ഇതൊരു കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഫോർക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് മാവൊന്നും അതിൽ വീഴാതെ കോൺഫ്ലെക്സ് കൂടുതൽ വേസ്റ്റ് ആവാതെ നമുക്ക് കറക്റ്റായിട്ട് കോട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇനി ഇതൊരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ ഒരു നമ്മുടെ സാധാരണ പഴംപൊരിയുടെ ഏകദേശം ഒരു കൂട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗത്ത് ഈ ഒരു കോൺഫ്ലെക്സിൻ്റെ ആ ഒരു മൊരിഞ്ഞിട്ടുള്ള ഒരു കോൺഫ്ലെക്സും കൂടെ കൂട്ടി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.